വന്നത്. ഒരുപാട് ആളുണ്ട് കേട്ടോ. പിന്നെ അതിന്റെ അകത്ത് നമുക്ക് കുറെ ആളെ ഇൻക്ലൂഡ് ചെയ്യാനുണ്ടായിരുന്നു. നമ്മള് രതീഷേട്ടൻ, ബാബുവേട്ടൻ, അങ്ങനെ കുറെ ആൾക്കാരെ. പക്ഷെ നമുക്ക് അടുത്തേക്ക് വരുന്നതും ആ ഒരു ചെറിയ റോള് ചെയ്യാൻ വേണ്ടിട്ടല്ലേ. പിന്നെ നമ്മളെ അരങ്ങ് വിട്ടു കുറെ ആൾക്കാരുണ്ട്. നമ്മളെ റോക്കി അക്ഷയ്, റോക്കി ചെയ്ത പുള്ളിക്കാരനായിരുന്നു അഖിലിന്റെ പുതിയ പടം വരുന്നുണ്ട്. ശരത് കുമാറിനെ വെച്ചിട്ട് ഡയറക്ഷൻ. നമ്മളെ DI ആനിമേഷൻ ചെയ്ത അഖിൽ ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള പാലക്കാടുള്ള നമ്മളെല്ലാം ഏകദേശം സെയിം ബ്രോയാണ് അഖിൽ ബോസ്. ഇനി അതൊരു ഭാവിയിൽ വലിയ ബ്രാൻഡായി വരും. പേരല്ല അഖിൽ എം ബോസ്. അപ്പൊ ശരത് കുമാറിനെ വെച്ചിട്ട് നമ്മളെ തമിഴ് നമ്മളെല്ലാം കണ്ടു വളർന്ന ഫൈറ്റിംഗ് സ്റ്റാർ അയ്യാ. അപ്പൊ നമ്മൾ ഇന്നലെ അത് പറഞ്ഞ കുങ്കൻ പഴശ്ശിരാജയില് അല്ല പുള്ളി നമ്മൾ പറയുന്നില്ല, നമ്മൾ ഇഷ്ടമുള്ള ക്യാരക്ടർ ആ സമയത്ത് പറഞ്ഞു വന്നാൽ പുള്ളിനെ വെച്ചിട്ട് സിനിമ ചെയ്യാൻ പറ്റും. വലിയ നമുക്ക് അതിന് പോകാനും പറ്റും, പോയിട്ട് നമുക്ക് കാണാനും പറ്റും. നമ്മളെ ഇടക്കെല്ലാം നമ്മൾ ഓരോ പ്രാവശ്യം സ്മരിച്ചുകൊണ്ടിരിക്കും. നമ്മളെ യൂട്യൂബ് കുടുംബങ്ങൾ ഓരോ ആളും കൂടി നമ്മളോട് നിന്നോടെ നമുക്ക് ഇപ്പൊ നിന്നിട്ട് ഇതിനെപ്പറ്റി പറയാൻ പറ്റുന്ന അതൊരു അല്ല, നമുക്ക് ആ ഒരു ധൈര്യം എന്ന് പറയുന്നത് സപ്പോർട്ട്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ നമുക്കൊരു കഥ പറയാനായാലും നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന പ്രൊജക്ട് എല്ലാം വന്നിരിക്കുന്നതെല്ലാം നമ്മളെ ഇതിലായിട്ടാണ്. എന്നാലും നമ്മളെ തുടക്കത്തിലുള്ള ഒരു സിനിമയാണ് ഇത്. അപ്പൊ 2 വർഷം മുന്നേ ഇത് ചെയ്ത് ഇതാണ് നമ്മളെ മ്യൂസിക് റിജോ പാട്ട് പാടിയ നമ്മളെ മൃദുല വാര്യർ കൂടെ പറയുമ്പോൾ എഴുതിയത് സുജാതേച്ചി. സുജാതേച്ചി നമ്മളെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നതാണ്. ഒരു ദിവസം ബിജുവിനെ കോൺടാക്ട് നമ്മളെ ഒരു വരി എനിക്ക് അതിനകത്ത് ഒരു ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോ ആക്ച്വലി ഇവൻ തന്നെ എഴുതലുണ്ട്. ഇവനെ അതിന് വേണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാലേ, ഇവനെ ഓൾറെഡി എഴുതിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി ഇന്നൊരു സാധനം ഞാൻ എൻ്റെ അടുത്ത് ഇതായിട്ട് ഇതാക്കുന്നു പറഞ്ഞു. ആ ഒരു പാട്ട് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞാ ഓക്കെ അത് മതി നമുക്ക് പറഞ്ഞു. അങ്ങനെ സെറ്റാക്കി നമ്മൾ ഉറപ്പിച്ച്. ആ സാധനം ഇവൻ വേറൊരു പാട്ട് കേട്ടപ്പോ ഇവൻ അത് വേണ്ട ചേട്ടാ നമുക്ക് പിന്നെ ചെയ്യാം, അവർക്ക് ഇതാണ്. അത് സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്ന കേട്ടോ, അവൻ പറയില്ല. അത് ഭയങ്കര ഇതാ. അപ്പൊ ഞാനും പറയടാ നല്ല രസമുണ്ടല്ലടാ ഈ വരികൾ എന്ന് പറഞ്ഞു. അപ്പൊ 2 പാട്ടും നല്ല രസമുണ്ട്. അപ്പൊ ഞാന് ചേട്ടാ എന്റെ പാട്ടാണ് എടുക്കുന്നത്, നമുക്ക് ഇത് പാടിക്കാം, എന്റെ നമുക്ക് എടുക്കാലോ. ഭയങ്കര സ്നേഹം എന്ന് പറയുന്നത് മാതൃത്വമാണ്. അപ്പൊ ചിലപ്പോ അത് അന്നെക്കാളും ഒരു മകനേക്കാളും ഒരു അമ്മക്ക് അത് എഴുതിയിട്ട് പഠിപ്പിക്കാൻ പറ്റും. സുജാത ചേച്ചി ഒരു അമ്മയാണല്ലോ. അപ്പൊ ഓരോ വരികൾ എന്ന് വെച്ചാൽ അത് മൃദുല വാര്യർ പാടിയിട്ട് അതിനേക്കാളും നമുക്ക് പാട്ട് റിലീസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ അവസാനത്തെ ഒരു റാപ്പ് പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അല്ല അങ്ങനെ ഇതില്ലേ ആ ഫസ്റ്റത്തെ അങ്ങ് മാറിയല്ലോ. അപ്പൊ എനിക്ക് തരിച്ചിട്ട് ഞാൻ എഴുതാ പാട്ട്. എന്നോട് ഈ റാപ്പിന്റെ പറഞ്ഞില്ല കേട്ടാ, ഈ എഴുതുന്ന കയറിയ പറ്റില്ല. ഞാൻ ഇത് ലാസ്റ്റ് ആയി തരണേ ഞാൻ ഒരു സാധനം കയറ്റിയിട്ടുണ്ട് കൈവന്നിട്ട് പക്ഷേങ്കിലേ അതെന്ന് വെച്ചാല് ഞാൻ എഴുതി. അപ്പൊ അത് ആ ഒരു മൂഡ് വേണം നമുക്ക്. ആ ഒരു സാധനം ഈ കഥ പറയുമ്പം ഈ സിനിമേന്റെ കഥ ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാൽ കൂടി ഇതൊരു ചർച്ചയും നമ്മളൊരു സിനിമ എന്തോ കലാസൃഷ്ടി ആയിക്കോട്ടെ, നമുക്ക് അത് എന്റർടൈൻമെന്റിന് ചെയ്യാം. എല്ലാം ഓക്കെയാണ്, നമുക്ക് ജസ്റ്റ് ഫണ്ണ് നമുക്ക് കണ്ടിറങ്ങാം, എല്ലാം ആസ്വദിക്കാം. പക്ഷെ ഇതിൻ്റെ അകത്തൊരു സാധനം നമ്മളെ വെച്ച് കഴിഞ്ഞാൽ അത് ആൾക്കാർക്കും കൂടി കുറച്ചും കൂടി നമ്മൾ അങ്ങനെ ഒരു വിഷയം ഇതിനകത്ത് പറയുന്നുണ്ട് സിനിമയിൽ. അപ്പോൾ അങ്ങനെ ഒരു റാപ്പ് അവസാനമുണ്ട്. അത് പാടിയത് ധനുഷ് എന്ന് പറഞ്ഞിട്ടുള്ള തൃശ്ശൂരുള്ള ഒരു റാപ്പ് സിംഗറാണ്. മൂപ്പര അതിൻ്റെ അകത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എഴുതിയതിൻ്റെ അകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് നന്നാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ പാടി കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചി ഇവ കേൾപ്പിച്ചാൽ ഞാൻ ചേട്ടാ ഇത് നിന്റെ സെയിം സൗണ്ട് ഞാൻ അല്ല ഈ യൂട്യൂബിൽ വീഡിയോ കാണുന്നത് നമ്മളടക്കം പാട്ടും പാടലുണ്ട്. അങ്ങനെ ഉള്ളതുകൊണ്ട് ഇവൻ തന്നെ അവന്റെ സന്തോഷപ്പെട്ടത് പോലെ എല്ലാം ഇവൻ ചെയ്തിനോ എന്നുള്ള ചോദ്യം വരും. അപ്പൊ അല്ല നമ്മൾ വെച്ചല്ലേ പുതുമുഖ ഞാനായാലും ബിജുവാനായാലും നമ്മള് ഒരു അവസരത്തിന് വേണ്ടിയിട്ട് കൊറേ നമ്മള് അലഞ്ഞിട്ടുണ്ട്. നമ്മള് അപ്പൊ ഇതിനകത്തുള്ള എല്ലാരെയും നമ്മൾ പറഞ്ഞാടാ ഏറെക്കുറെ എല്ലാരും വന്നിട്ടുണ്ട് തോന്നുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളോട് കാണുമ്പോൾ ക്ഷമിക്കണം. എന്നും നമ്മൾ അതായത് ഒരുപാട് പേര് എല്ലാരും കൂടി ആ സ്ഥലത്തുള്ളവര് സുനിയേട്ടൻ നമ്മളെ ഗതാഗതം സുനിയേട്ടന്റെ ഫാമിലി മുഴുവൻ എല്ലാരും താമസിച്ചത്. അപ്പോ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഓരോരോ ആൾക്കാരും കേട്ടോ. അതും ബന്ധപ്പെട്ട ഓരോ ആൾക്കാരോട് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ആ സമയത്ത് എല്ലാ കാര്യത്തിനും നമ്മളെ ആ കുട്ടികളല്ലേ രാഹുൽ അതിന്റെ ബാക്കില് നമ്മളെ വീഡിയോയിൽ കുറെ കാണിച്ചു. രാഹുൽ എന്ന് വെച്ചാൽ ഫുഡ് കൊണ്ടു തന്നവര് ഈ വണ്ടി അങ്ങനെ ഒരുപാട് പേര് നമ്മളെ ആ സമയത്ത് ഭക്ഷണം ഉണ്ടാക്കി തന്ന മനു അല്ല അങ്ങനെ ഒരുപാട് പേര് നമ്മളെ ആ സമയത്ത് കൂടെ നിന്ന് ഭയങ്കര സഹകരിച്ച് അതുകൊണ്ടെല്ലാം പൂർത്തിയായി. അപ്പൊ ഓരോ ആളും വിട്ടുവരുന്നെങ്കിൽ അല്ല ഇതെന്ന് വെച്ചാൽ നമ്മൾ ഒരു സാധനം ഒരു സിനിമ എന്ന് പറയുന്നത് ഇപ്പം നമ്മളിപ്പം പറയും അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഡയറക്ടർ അപ്രീസിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ നടന ചെയ്യും അങ്ങനെ ചെയ്യും. പക്ഷെങ്കിൽ അതിന്റെ പിന്നിൽ പേരറിയാത്ത അനേകായിരം ആൾക്കാരെ ഒരു വെള്ളം കൊണ്ടുവരുന്നത് അങ്ങനെ ഭയങ്കര എഫേർട്ട് ഉണ്ട് ഒരു സിനിമേന്റെ പിന്നിൽ. ഒരു 1000 ആൾക്കാർ അങ്ങനെ ഒരു നമ്മളൊരു കൂട്ടത്തിന്റെ അലീന എന്ന് പറയുന്ന ഒരു ടീമാണ്.
നമ്മളെ ഈ സിനിമ നമ്മളെ യൂട്യൂബ് കുടുംബാംഗങ്ങൾക്കെല്ലാം എളുപ്പം തന്നെ കാണാൻ പറ്റുന്ന വിധത്തിൽ നമ്മളെ ചാനലിൽ തന്നെ അത് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും പൂർണ്ണമായ സിനിമ കണ്ട് ഒന്ന് എനിക്ക് സിനിമ കണ്ട് നിങ്ങൾക്ക് പറയാനുള്ള വെച്ചാൽ നിങ്ങൾ എന്തായാലും സിനിമ കണ്ടിട്ടാകുമ്പോൾ അതിന്റെ അഭിപ്രായം എന്തായാലും അതെന്നാ വെച്ചാലേ അത്ര നിങ്ങൾ എന്താ അഭിപ്രായം ആയിക്കോട്ടെ നിങ്ങൾ അത് എഴുതണം. എന്താ പറയുക, നല്ലതോ മോശമോ നമുക്കത് അടുത്ത പടത്തിന് നമ്മൾ ഒരിക്കലും നമ്മളെ കുടുംബത്തിൽ ആരും നമ്മൾ അത്ര മോശമായിട്ട് ഇതാവില്ല. എന്നാലും നമ്മൾ അതിൽ കാണുമ്പോൾ തോന്നിയ കാര്യങ്ങളെല്ലാം എന്താ പറയുക, അത് നമ്മൾ സിനിമയ്ക്ക് ഇതാണ്. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് അവൻ നമ്മൾ ആരായാലും അതിനുവേണ്ടി കഷ്ടപ്പെട്ട ആ ഒരു ഇതിനുള്ള ഒരു വിലയാണ്. ഒരു കൺഗ്രാറ്റ്സ് ആയാലും ഒരു നന്നായിട്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് വേറെ അഭിപ്രായം അറിയാൻ പിന്നെ നേരിട്ട് കണ്ടാലേ വഴിയുള്ളൂ. ഇതിപ്പം ഒരു കമന്റ് ഇട്ടാൽ തന്നെ നമുക്ക് അഭിപ്രായം അറിയാൻ പറ്റും. അപ്പൊ എല്ലാവരും കമന്റ് ഇടണം. അതിന്റെ കൂടുതൽ ഷെയർ ചെയ്യണം. ഒരു കാര്യം കൂടി ഇതിനപ്പുറം എടുത്തു പറയാനെന്ന് വെച്ചാൽ ഈ സിനിമ നമ്മൾ ഒരു പകുതിക്ക് കണ്ടിട്ട് നിർത്തിയാൽ നമുക്ക് ഈ സിനിമ മനസ്സിലാവില്ല. അവസാനം വരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മളൊരു ഒരു ടൈപ്പാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ഇവൻ ഇരുന്ന് തള്ളിയിട്ട് ഇവന്റെ സിനിമയെ കുറിച്ചിട്ട് അല്ല അങ്ങനെയല്ല. ഞാനില്ല സിനിമ എടുത്തു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പേടിച്ചുകൊണ്ടാണ് അതിന്റെ പ്രിവ്യൂ കാണിക്കുമ്പോൾ ബിജുവാറിന്റെ അടുക്ക പോയിട്ട് ആയിട്ട് ഞാനിത് സ്റ്റാർട്ടിലെ എൻഡിലാണ് ഞാനിത് ഇവൻ കാണിച്ചത്. അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഉള്ള എല്ലാം ഇതാണ്. അപ്പൊ സിനിമ നമ്മളിരിക്കും ഓരോരോ ആൾക്കാരെ കാഴ്ചപ്പാടാണ് സിനിമ. അപ്പൊ നമ്മൾക്ക് ഒരു സിനിമ നല്ലതായിരിക്കും, നമ്മളൊരിക്കും നമ്മൾ നല്ലതെന്ന് പറയുന്നില്ല, നല്ലതായിരിക്കും. നമുക്ക് ചെയ്ത ഞാൻ പേഴ്സണലി ട്രെയിലർ എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ടുള്ളതാണ്. അത് പ്രഡിക്റ്റ് ചെയ്തിട്ട് അതല്ല ശരിക്കും നമ്മളൊരു ഹൊററാണോ അല്ല ത്രില്ലറാണോ, നമ്മളിപ്പോ ഹൊറർ പേടി പ്രേതപ്പെടാന്നോ വിചാരിച്ചിട്ട് ചെയ്യാറ്. പക്ഷെ പ്രേതപ്പെടാന്നോ അത് അവനെ തിരിച്ചില്ല. അല്ല ഇതിനകത്ത് പല അപ്പൊ അത് കൃത്യമായിട്ടും എല്ലാവരും നന്നായിട്ട് ചെയ്യും. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുന്നു. നമുക്ക് നമ്മൾ വിചാരിച്ച തരത്തില് നീ ഉദ്ദേശിച്ച തരത്തില് കഥ അവിടെ വന്നിട്ടുണ്ടോ? എന്താണ് അതിന്റെ ഒരു അതാ നീ തൃപ്തനാണോ? അതെങ്ങനെയാണ്? ഞാൻ മുമ്പ് ഞാൻ ചോദിച്ചിട്ടുണ്ടാ. അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കും. ഞാൻ ഇതിന്റെ അകത്ത് സാറ്റിസ്ഫൈഡ് ആണ് എന്ന് വെച്ചാലേ നമ്മളൊരു അതെന്താ ഞാൻ ചോദിക്കാനെന്ന് അറിയാം. നമ്മൾ അത് അവനൊരു സംതൃപ്തനാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിനും ഇപ്പം നിങ്ങളൊരു ഷോർട്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓക്കെ ആണെങ്കിൽ നമ്മൾ അത് ഭയങ്കര ഹാപ്പി. വിജോട്ടൻ ചില ഷോർട്സ് ചെയ്താൽ പറയുന്നുണ്ട്, എടാ ഞാൻ വീഡിയോ ചെയ്താൽ ഷോർട്ട് ഫിലിം ചെയ്താൽ നമ്മൾ ശ്രദ്ധിച്ച് കുമാരനം ചെയ്താലും വിജോട്ടൻ പറയും, എടാ ഇത് ഓടിയാലും ഓടിയില്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ ചോദിച്ചതിന്റെ ആൻസർ. നമ്മളെ തൃപ്തി നമ്മൾ ആദ്യത്തെ ഇതാണ്. ഒരുപാട് ഇനി ഇതുപോലെ സിനിമകൾ ഉണ്ടാവും, എനിക്ക് ഉറപ്പാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ കഴിവുണ്ട്. അപ്പോൾ അത് ആദ്യത്തെ പ്രാവശ്യം നമുക്ക് എന്റെ പൂർണ്ണരൂപത്തിൽ എത്തിയെന്ന് അറിയില്ല. കാരണം വെച്ചാൽ എല്ലാം കൂടിയുള്ള പരിമിതിക്കുള്ളിൽ നിന്നും അല്ല എല്ലാം പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടില്ല ചെയ്യണം. അപ്പൊ അതിന്റേതായിട്ടുള്ള പരിമിതികൾ എന്തായാലും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ടെക്നിക്കൽ ടീമിന്റെ എടുക്കുന്ന എല്ലാം നമുക്ക് അതുപോലെ നമുക്ക് വലിയൊരു സിനിമ പോലെ നമുക്ക്. പക്ഷേങ്കിൽ ഇതിന്റെ അകത്ത് വലിയ സിനിമയിൽ ചെയ്ത മാക്സിമം സാധനങ്ങൾ ഇതിന്റെ കൊണ്ടുവന്നിട്ട് ആനിമേഷൻ വന്നിട്ട് VFX അങ്ങനെയല്ല ആനിമേഷൻ ആദ്യോ അല്ല അങ്ങനെയല്ല നമ്മളെ ആനിമേഷനിലും ചെയ്ത കണ്ടില്ലേ ആ ഒരു സീനല്ലോ ആനിമേഷൻ VFX ഉണ്ട്. അപ്പോൾ അതൊന്ന് മേക്കപ്പ് ചെയ്യുന്നതിനെക്കാട്ടിയും VFX ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മള് അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് എല്ലാം ഇപ്പൊ ആലോചിക്കുമ്പോൾ ഇത്രയും നമ്മൾ ചെയ്തിനോ ഞാൻ ഇവിടെ ചിന്തിക്കുമ്പോൾ ഓരോന്ന് പറയുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നേടാ. അല്ല അതില് പിന്നെ ഇതിപ്പോ നമ്മള് ഫണ്ണി ആയിട്ട് പറഞ്ഞത്, പക്ഷെ അതിലുള്ള അനുഭവങ്ങൾ കണ്ടു നയിക്കുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ പുറകിലും എൻ്റെ നടന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു സന്തോഷം ഇതാണ് വരുന്നത്. അപ്പോൾ ഇത് കൂടാണ്ട് എന്നും സിനിമകൾ കൈതരാൻ തന്നെയല്ലേ എന്നെ സിനിമകൾ നമ്മൾ ഒരുമിച്ചിട്ട് തന്നെ വീണ്ടും വരും. അപ്പോൾ നമ്മളെ ഡയറക്ടർ സാറിന് പ്രൊഡ്യൂസർ സാറിന്റെ നിതീഷിനൊന്നും കാണിക്കും കയ്യെല്ലാം തരുന്നില്ല. ഈ ഒരു അവസരത്തിലല്ലേ പിന്നെ ഇങ്ങനെ പറയുമ്പോൾ നമ്മള് രണ്ടാക്കും കൂടി തന്നെ അത് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞത് ഭയങ്കര. അപ്പോൾ അടുത്ത ഒരുമിച്ചിട്ടുള്ള തന്നെ നമ്മളെ മറ്റേ കഥ പെട്ടെന്ന് ഇവനിപ്പോ ഇത് ഈ കഥയെല്ലാം പറയണം, അതാണ് പ്ലാന്. ഈ കഥയില്ല വേറെ കഥ. ഇത് എൻ്റെ അടുത്ത് വന്ന് പറയുന്ന പോലെ ഇത് പറയണം. അതിന് ആരെങ്കിലും പറയാനുള്ള പറയാൻ കിട്ടണം കേട്ടാ. അതിങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന ഒരാൾ കേട്ടിക്കും ഞാൻ പറയുന്ന ഒരു കേട്ടിക്കും കൃത്യം പറയാനൊരാളുണ്ടാവുക കേൾക്കാൻ ഒരാളുണ്ടാവുക. ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം പറയാനും കേൾക്കാനും ആളുണ്ടാവാനും. അപ്പൊ നമ്മൾ പിന്നെ തുറന്ന് പറയുന്നു എല്ലാ കാര്യങ്ങളും. അപ്പൊ നമ്മൾ ഈ ഇന്റർവ്യൂ എവിടെ നിർത്തുമെന്ന് അറിയില്ല, നിർത്തുന്നില്ല കേട്ടോ. നമ്മളെന്തായാലും 2-3 ദിവസം ഇതിങ്ങനെ നിതീഷിനെയും കാണിക്കണേ ചേട്ടാ, നിതീഷിനെയും കുറിച്ച് കാണിക്കും ഇനിയില്ലേ. അപ്പൊ ഒന്നുകൂടി പറയുമെന്ന്, ഈ വരുന്ന 24-ാം തീയതി വൈകുന്നേരം 7:10 അലീന വരുമെന്ന് കേൽബ്രോ ചാനലിൽ അലീന വരുമെന്നപ്പോൾ നമ്മളൊരു ആദ്യത്തെ ഒരു സംരംഭമാണ്. എല്ലാവരും ഇത് കാണുക, അതിന്റെ വിലയേറിയ കമന്റുകളിൽ അറിയിക്കുക, അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മളെ കൂട്ടത്തിലായിരിക്കും നമ്മളെ കൂടെയുള്ള അതുകൊണ്ട് അടുത്തു. അപ്പോൾ ഒരു ഇങ്ങോട്ട് പോകുന്നില്ല കേട്ടാ, ദേഷ്യം വന്നിട്ട് അവനെ കാണിക്കറ്റി. അപ്പൊ അങ്ങനെയുള്ളൊരു ഇത് വന്നിട്ട് സക്സസ് ആയിട്ട് നെക്സ്റ്റ് പടം വരട്ടെ. ഈ ഒരു പടം അടുത്ത ഇതിലേക്കുള്ള കൽവപ്പാണ്. അതിൻ്റെ അകത്ത് ഓൾറെഡി നമ്മൾ അടുത്ത പടത്തിലേക്ക് കാൽ ഇങ്ങനെ വെച്ചു. അതുകൊണ്ട് കൂടുതൽ പറഞ്ഞ അവർ വരും.
അപ്പോൾ അതോട് വെച്ച് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും അത് ആദ്യത്തെ ഒരു ഇതെന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട്. അപ്പോൾ അത് വരട്ടെ, എല്ലാവിധ ആശംസകൾ ചെയ്യാൻ പറ്റട്ടെ, നമുക്കിതുപോലെ ചെയ്യാൻ പറ്റട്ടെ. നമ്മളെ പുതുമുഖത്തിന് കൊണ്ടുവന്ന കണക്ക് നമുക്ക് ഒരുപാട് ആൾക്കാരെ, താല്പര്യമുള്ള ആൾക്കാരെ നമുക്കും കൈപിടിച്ചിട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കട്ടെ. അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും കൂടി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്ത് ഒരിക്കലും കൂടി നമ്മളെ കുടുംബത്തിൻ്റെ അറിയിക്കുന്നു. സന്തോഷം. ഈ ഒരു അവസരത്തിൽ എന്ന് വെച്ചാൽ സങ്കടത്തിനൊന്നും ഇവിടെ പ്രസക്തിയേ ഇല്ല, ഒന്നിനും സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സന്തോഷത്തിൽ പിന്നെ സന്തോഷം കാര്യല്ല അല്ലല്ല ഞാനിതിൻ്റെ ഓർമ്മ അല്ല അവനല്ലേ നമ്മൾ എത്ര പറഞ്ഞാലും ഇല്ലേ ഭയങ്കര പണിയാ ഇത് എടുക്കുവാനാ പണി. നമ്മളിപ്പോൾ ചിരിച്ചു പറയുന്നത്, പക്ഷെ അത് എടുക്കുമ്പോൾ ഇടുന്ന പാട് ഭയങ്കര. നമ്മളൊരു ഷോർട്ട് ഞാൻ ഇടുന്ന അക്ഷയ ക്യാമറ നമ്മൾ ഇടുന്ന് ചെയ്ത് നമ്മളൊരു യശോദച്ചിന്റെ വീഡിയോ കവിത ഈ കണ്ടത്തിൽ തൊഴിലുറപ്പിലാണോ അതിനുവേണ്ടി എത്ര ഓള് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും നമുക്കറിയാം. എത്ര നല്ല ഓള് ഇരുത്തിലെ അമ്മയായാലും ലോകേശായാലും നമ്മളിപ്പോൾ ക്യാമറ ഞാൻ ഈ കണ്ടത്തിലൊക്കെ ഇറങ്ങി പോയിട്ട് അതിന് ഇവൻ എന്താ കുടവ് അത് കുറവുണ്ട്, അത് നിലവിൽ വേണ്ടി നമ്മൾ ഈ സാധനം പിടിച്ചിട്ടില്ല നമ്മൾ ഇടുന്ന് പോയി. അപ്പൊ അതിന്റെ ഒരു വലിയ ഒരു ഇത് ഡ്രീം നടക്കുമ്പോൾ ഒരു ഫീലിംഗ് നമ്മൾ ചിരിച്ചോണ്ട് പറയും. അതെ, എന്നുവെച്ചാൽ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്തത് സിനിമയ്ക്ക് പുറമെ നമ്മൾ എടാ എന്തായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതെ, ഓരോരോ ആൾ ഈ കുടുംബത്തിലുള്ള ഓരോരോ ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അതിന്റെ ഒരു ഉത്തരം നമ്മൾ നീ ചെയ്യടാ ധൈര്യമായിട്ട് നമ്മൾ ബാക്കിലുണ്ട് അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കില്ലേ ഒരു കമന്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരാളെ നമ്മളെ തളർത്താനും നമ്മളെ മറ്റടുത്ത് ചെയ്യിക്കാനും പറ്റും. അപ്പൊ നിങ്ങളെ കമന്റ് എന്തായാലും വളരെ നല്ലൊരു പോസിറ്റീവ് തന്നെ ആട്ടെ ഞാൻ. അതെ, അപ്പോൾ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മളിങ്ങനെ കീപ് ഗോയിങ്, കീപ് ഗ്രോയിങ്.